ഹായ്. ഇന്നേ സിൽവറിൻ്റെ കുറച്ച് മോതിരം മിഞ്ചി അങ്ങനെ കുറച്ച് സാധനം കാണിക്കാനാണ് വന്നത്. ശരിക്കും ഇപ്പം ഒരുപാട് വെറൈറ്റി അല്ലേ സുധി? ഒരുപാട് വെറൈറ്റി ഉണ്ട്. മോതിരത്തിലുണ്ട്, മിഞ്ചിയിലെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസുകൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ശ്രുതി എന്നാളൊന്ന് വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അടിച്ച മാറ്റി കേട്ടാ. ഇവിടെ പറയാണ്ട് എടുത്തോണ്ട് പോയാൽ നോക്കുമ്പോൾ വെയിറ്റ് എടുക്കാൻ വ്യത്യാസം. പിന്നെ ഞാൻ പറയുന്നത് ഒരുത്തി അടിച്ചോണ്ട് പോയിരുന്നത് ആ സാധനം ഇത് അത് കാണിച്ചിട്ട് ഇത് ഈ ടൈപ്പ് അല്ലേ? ഈ ഒരു ടൈപ്പ് ആയിരുന്നു. ഇത് നോക്കിയാട്ടെ, മോതിരമാക്കാം, അത് ചെറുതാണ് കുട്ടി. ഇത് നോക്കിയാട്ടെ വലുത്. ഇതിങ്ങനെ അല്ല ഇതും ചെറുതല്ലേ? ഇതന്നെ വലുതല്ലേ? യെസ് യെസ് യെസ്. നോക്കിയാട്ടെ, മോതിരായിട്ട് ഇടുക, പക്ഷെ വളയായിട്ട് ഇടുക. പക്ഷെ ഇത് മോതിരായിട്ട് മനുഷ്യന്മാരോട് നനക്കൊന്നുമില്ല. ഇടുക സുധി? ഇല്ല, കുറച്ച് വലിപ്പം ജാസ്തി. ഇത് മോതിരാക്കിയാലും ബോറാണ്, പക്ഷെങ്കിൽ ഇത് വലുതായി കഴിഞ്ഞാൽ വളയാക്കിയിട്ട് ഇവളിടുന്നുണ്ട് കേട്ടാ. സാധാരണ ഓരോ വെറൈറ്റികൾ ഇറങ്ങാനാണ് കേട്ടാ. അതുപോലെ ഒരുപാട് നല്ല സ്റ്റൈല് മോതിരമുണ്ട്. ഇത് കണ്ട കറങ്ങുന്ന നല്ല ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പ്. ഇതാ ഇപ്പൊ പുതിയൊരു സംവിധാനം വന്നതാണ് കറങ്ങുന്ന. ഇങ്ങനത്തെ കുറെ ടൈപ്പ് ഉണ്ട് കറങ്ങുന്ന. നോക്കിയട്ടെ, കൈ കിട്ടാൻ നല്ല ഭംഗിയാന്നുള്ളത് സുധി. ടൈം വന്നത് വെറുതെ ഇങ്ങനെ അടുങ്ങി നിന്ന് ബോറടിക്കുന്ന സമയത്ത് ഇങ്ങനെ ടൈം പാസ് ഇങ്ങനെ കറക്കി കളിക്കാം. അത് ലവ് ഇങ്ങനെ ഉള്ളത് കാണുന്നല്ലേ? അതെ അതെ. നോക്കിയട്ടെ, തുറക്കുമ്പോ ആ ഹാർട്ട് ഉള്ളിലേക്ക് വരുന്ന ടൈപ്പ്. പിന്നെ നോക്കിയാൽ കല്ലിന്റെ നല്ല വെറൈറ്റി നോക്കിയാ. ഇതെല്ലാം കണ്ട നല്ല കല്ലിങ്ങനെ അവിടെ ഇങ്ങനെ ഇത് അനങ്ങും കണ്ട. കല്ല് ഇത് കറങ്ങും കേട്ടോ സുധി. കല്ലിങ്ങനെ ഉള്ളിന്ന് കറങ്ങുന്ന മോഡല്. പിന്നെ ഇതാ നല്ല സ്റ്റോൺ ലൈറ്റ്. നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ അല്ലേ? കുറെ മോഡല് നല്ല രസമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ മോഡല്. പിന്നെ ഇതെല്ലാം മിഞ്ചിയിൽ വരുന്നതാണ്. മിഞ്ചി നോക്കിയാട്ടെ, എന്തെല്ലോ വെറൈറ്റിയിലുണ്ട്. മുമ്പ് വെറും ചുരുള് കമ്പിയാ വരും, ഇതുപോലത്തെ പ്ലെയിൻ കമ്പിയാ വരുത്തെങ്കിലും ഇപ്പൊ നോക്കിയാട്ടെ നല്ല സുന്ദരക്കുട്ടമ്മ ഇതെല്ലാം കണ്ട നല്ല ഫ്ലവർ പോലെ ആയിട്ട് ഫാൻസി പോലെ ആയിട്ട്. ഇത് മുമ്പേ ഉള്ള മോഡലാണ്. ഇതെല്ലാം നോക്കിയിട്ട് ഒരു വെറൈറ്റിയിൽ മിഞ്ചി അങ്ങനെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മിഞ്ചിയിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ റിംഗ് ആണ് സിൽവറിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കിയിട്ട് മൊത്തം ബ്ലാക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മോഡലാണെങ്കിലും ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടോ അല്ലേ? നല്ല ഡിമാൻഡുള്ള ഒരു മോഡലാണ്. അത് ബ്ലാക്ക്, ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഇങ്ങനെ നോക്കിയിട്ട് വെള്ളിൻ്റെ കളറേ ഇല്ല, ഫുൾ കറുപ്പാണ്. പക്ഷേ ഇതിപ്പോൾ നല്ലൊരു ട്രെൻഡായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. നോക്കിയാട്ടെ, ഇങ്ങനെ നീട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് സുധി ഒന്ന് ഇട്ടെടുത്തട്ടെ. സുധീൻ്റെ കൈക്ക് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. എന്നിട്ട് ഇതാ താല് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അല്ലല്ലേ? ഈ ഒരു ഞേറ്റലായിട്ട് നല്ല സുന്ദര കുട്ടപ്പനാണ് ഇത് കേട്ടാ. പിന്നെ ഇത് സ്വർണ്ണത്തിലും വരുന്നുണ്ടേ. പിന്നെ ഇതിൽ ഇതിലും വരുന്ന ഒരു ഫാൾട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അടുപ്പിച്ചോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഈ സിലിക്കോൺ പോലത്തെ എന്തോ ഒരു ഗമ്മുണ്ട്. പക്ഷെ ഇവർ നമുക്ക് തരുമ്പോൾ അതിൻ്റെ തൂക്കം കളയില്ലാട്ടെ. ഇത് ശരിക്ക് കസ്റ്റമർക്ക് നഷ്ടമായിട്ടേ വരിക. കാരണം ഇത് സ്വർണ്ണത്തിലും ഈ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊന്നും ഒരു ജ്വല്ലറിക്കാരും ഇതായിരിക്കും പറഞ്ഞു തരില്ല, എന്നാലും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കൽ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം ഉണ്ട് തോന്നിട്ടാണ് കൊടുക്കൽ കേട്ടോ. ഗോൾഡിൻ്റെ വാങ്ങിയവർ നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിലിക്കോൺ പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. പിന്നെ ഇതുപോലെ കുറേ ബ്രേസ്ലെറ്റുകൾ. പിന്നെ വളയാണ് കേട്ടോ. ഈ വള സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ തെയ്യത്തിൻ്റെ അവരിലിടുന്ന ഒരു ടൈപ്പ് വളയാണ് കാണുന്നത്. ആണുങ്ങളിടുന്നത് ഈ വളയല്ല, വേറെ ടൈപ്പാണ്. പക്ഷേ നമുക്ക് ഞാനറിയാണ്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് പോകുന്ന ലക്ഷണം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലേഡീസിൻ്റെ ഇതാ നല്ല സുന്ദരൻ. ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കേട്ടോ, അധികം വെച്ചിട്ടില്ല. കാരണം ഇതൊന്നും അങ്ങനെ ഡിമാൻഡ് ഇല്ലയെന്ന് തോന്നി. ഇപ്പം നമ്മളിവിടുന്ന് ആൾക്കാർ ഉപയോഗിക്കില്ല. പിന്നെ ബ്രേസ്ലെറ്റിൽ നോക്കിയാട്ടെ, ഇത് നമുക്കൊന്ന് ഈ തമിഴ്നാട്ടുകാർ ഇടുന്ന പോലത്തെ മോഡല്ലേ സുധി? രസമുണ്ടല്ലേ? എനിക്ക് ഇഷ്ടമായിരുന്നല്ലേ? പിന്നെ ഇതുപോലെ കുട്ടികൾ ഏതാന്ന് നോക്കിയാൽ പേര് ചെയ്ത ടൈപ്പ് നമുക്കിനത് പേര് ചെയ്താൽ. പിന്നെ പണ്ടേ ഉള്ള സാധനം ഇതാ സച്ചിൻ, സേവാഗ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് കേട്ടോ. ഇത് അന്നും സൂപ്പറാണ്, ഇന്നും സൂപ്പറാണെങ്കിലും ഇപ്പോൾ ഉള്ള ഈ സാധനത്തിന് ഒരു നിറം മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴത്തെ എന്തോ ക്വാളിറ്റി കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു നിറം മാറ്റം വരും. നമുക്കങ്ങനെ കുറേ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മളിപ്പം ഇത് പുതിയൊരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളതിൻ്റെ കമ്പനി മാറ്റിയിട്ട് എമറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, അങ്ങനെ കളറ് മാറുന്നില്ല. ബാക്കി നമ്മുടെ നിന്ന് കൊണ്ടുപോയ മിക്ക കേസുകളും കളർ മാറിയിട്ട് തിരിച്ചു വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വെള്ളി ചില ആൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ വെള്ളി മോതിരം കൈമലിട്ടാല് ജലദോഷം വരൂലെന്ന് ഒരാള് നമ്മൾക്ക് ഒരാഴ്ച ഉന്നാരം അങ്ങനെ ഒന്ന് പറഞ്ഞില്ലായിരുന്നുവാ. അതായത് വെള്ളിനെ മോതിരിട്ട് ഈ വിരലിട്ട് കഴിഞ്ഞാൽ പിന്നെ ജലദോഷം വന്നിട്ടില്ല, അങ്ങനെ ഒരു ഗുണം എന്നെല്ലാം പറഞ്ഞ്. ഇത് എത്രത്തോളം അതിൽ വാസ്തവ ഉണ്ടെന്ന് അറിയില്ല. കാരണം ജലദോഷത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, പിന്നെ ലാസ്റ്റ് വെള്ളിൻ്റെ ഇട്ടപ്പായിരിക്കും മാറിയിട്ടുണ്ടാവുക. അതിനൊരു കഥയുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളൊരു പരിചയക്കാരൻ്റെ ഒരു കഥയാണ്. അതായത് ഓർക്ക് മൂത്രത് കല്ലുണ്ട്. അപ്പോൾ സ്റ്റോൺ അതിനോട് കുറേ മരുന്ന് പിടിച്ച് ഓരോ പരിചയത്തിലാരെ പറഞ്ഞ് ഈത്തപ്പഴം തിന്നു കഴിഞ്ഞാൽ മൂത്രത്ത് കല്ലുമെന്ന് പറഞ്ഞേ. എന്നിട്ട് ഓരോ തലേന്ന് രാത്രി കിടക്കുമ്പോൾ 2 ഈത്തപ്പഴം തിന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീച്ചോണ്ടല്ല കല്ലങ്ങ് പോയി കേട്ടാ. അപ്പോൾ ഓരോ പറഞ്ഞ് ഈത്തപ്പഴം തിന്നിട്ടാ കല്ല് പോയെന്നേ. ചിന്തിച്ച് നോക്കിയട്ടെ,
ഷോണിൻ്റെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ക്രെഡിറ്റ് കംപ്ലീറ്റ് കൊണ്ടുപോയത് ഈത്തപ്പഴമാണ്. അതുപോലെ വെള്ളിയുടെ മോതിരം ഇട്ട ദിവസം ഇത് എന്നാലും മാറി ചിലപ്പോൾ അതിന് മുമ്പ് മരുന്ന് പിടിച്ചതിൻ്റെ ആർക്കും ഒന്ന് പറയാൻ കഴിയില്ല. എന്തായാലും എനിക്കത് അത്ര വിശ്വാസയോഗ്യം അല്ലെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുന്നത് ഇടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. എന്തായാലും സാധനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഈ സാധനം ഉപയോഗിച്ചവരുണ്ടെന്ന് പറയണം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് മോതിരമായിട്ട് ആരും ഇട്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മോതിരമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ശ്രുതിനെ പോലുള്ളവരെ ഇടുക. കാരണം ഇവള് കാണുന്നല്ലേ കൈമല ഒരുമാതിരി പാള പോലത്തെ ഇങ്ങനത്തെ ഇടുന്നുണ്ട്. ഇവളിടും, വേറെ ആരും ഇത് ഇടാൻ ചാൻസ് വളരെ അപൂർവമാണ്. എന്തായാലും വളയായിട്ട് എല്ലാവരും ഇടും അല്ലേ? വളയായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. നല്ല രസമുണ്ട് വളയായിട്ട് കാണുമ്പോൾ. കഴിയുമ്പോ ഇത് സ്ട്രെച്ച് പോകുന്നുണ്ട് കേട്ടോ. സ്ട്രെച്ച് അത് കുറെ യൂസ് ചെയ്യുമ്പോ എല്ലാത്തിനും ഒരു ഇത് വരുമല്ല. അപ്പൊ ആ ഒരു എന്തായാലും കുറെ കാലം നീ ഉപയോഗിച്ചിരുന്നു അല്ലേ? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ. കളറന്നേ ഉള്ളൂ അത്. ഏതായാലും നമ്മള് സിൽവറിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയാമെന്ന് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മള് വീഡിയോയുടെ അവസാനിപ്പിക്കല. സതി ശരി, എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.